ചെല്ല്. അതെന്താണ് താൻ അങ്ങനെ പറയുന്നത്? ചെമ്പേരി തമ്പുരാൻ വാക്ക് തെറ്റിച്ച് പ്രവർത്തിക്കൂടോ നടേശ? മാറ്റമൊന്നും ഇല്ലാന്ന്. അവള് നാളെ തന്നെ പുറപ്പെടും. റെയിൽവേ സ്റ്റേഷനിൽ ആരെങ്കിലും കൂട്ടിയാ മതി. ഇല്ല നടേശ, ഇത് ചെമ്പേരി തമ്പുരാന്റെ തീരുമാനമാ. അതവൾ അനുസരിച്ചില്ലെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. കാല് തളച്ചിട്ടിട്ടും കമലയുടെ നാവനങ്ങി എന്ന കാരണം. അപ്പൊ ആദ്യം നിശബ്ദമാക്കേണ്ടത് ആ നാവ് തന്നെയാ. ഒന്നൊരുങ്ങിക്കൊള്ളൂ നടേശൻ. റെയിൽവേ സ്റ്റേഷനിൽ ഉത്തരം എത്തിയില്ലെങ്കിൽ ടെലിഫോണിൽ കമലയുടെ മരണവാർത്ത ഉണ്ടാവും. മേലേടം തിരുമേനി വെറും വാക്ക് പറയില്ലെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. വാർത്ത ആരെയും ഞെട്ടിക്കില്ല. ശരി, നടേശന് സംശയം നീ ചെല്ലുന്നുണ്ടോന്ന്. പോകുന്നുണ്ടല്ലോ അല്ലേ? എന്തേ പോകുന്നില്ലേ? ഞാൻ തമ്പുരാനെ എതിർക്കില്ല. എനിക്ക് എതിർക്കാൻ പറ്റില്ല. കേട്ടോ, ബാലൻ ചെമ്പേരിയിലേക്ക് പോന്നെന്ന് ഉത്തരയെ വിളിച്ചോണ്ട് വരാൻ. ബാല, അവിടെ നിൽക്കാനാ പറഞ്ഞത്. നീ അച്ഛന് പറയാനുള്ള എന്താണെന്ന് എനിക്കറിയാം. അത് കേട്ട് നിന്നാ പാഴാവുന്നത് എന്റെ ജീവിതം. നീ അവിടെ ചെന്ന എന്താ ഉണ്ടാവുമെന്ന് അറിയോ? അറിഞ്ഞിട്ട് തന്നെയാ ഈ തീരുമാനം എടുത്തത്. അവിടെ എന്ത് സംഭവിച്ചാലും അവളെ ഞാൻ കൊണ്ടുപോന്നിരിക്കും. ഞാൻ സമ്മതിക്കില്ല. എന്റെ പെണ്ണവള്. ഇനി അവളുടെ കാര്യത്തിൽ വേറെ ആരും തീരുമാനം എടുക്കണ്ട. എന്റെയോ നിന്റെ അമ്മയുടെയോ അനുഗ്രഹത്തോടെ നീ അവളെ ഇവിടെ കയറ്റില്ല. തമ്പുരാന്റെ സമ്മതത്തോടെ അവൾ ഇവിടെ വന്ന് കയറുന്നത് ഞങ്ങൾ സമ്മതിക്കൂ. എന്ത് പറ്റി നിങ്ങൾക്ക് രണ്ടാൾക്കും? അമ്മയുടെ അഭിപ്രായം അച്ഛൻ ചോദിച്ചോ? മോനെ, അത് പറ അമ്മേ. ധിക്കാരം കാണിക്കുമ്പോ അച്ഛനും എനിക്കും ജോലി നഷ്ടപ്പെടുമെന്ന പേടിയാണെങ്കിൽ വേണ്ട. എന്ത് ജോലിയെടുത്തും നിങ്ങളെ സംരക്ഷിക്കാമെന്ന് ഉറപ്പ് എനിക്കുണ്ട്. ജോലിക്കാര്യമല്ല, തമ്പുരാന്റെ സമ്മതമില്ലാതെ അവളെ വിളിക്കേണ്ട. അനുസരിച്ച് എനിക്ക് ശീലമുള്ളൂ. ഇപ്പൊ ഞാൻ ധിക്കരിക്കുകയാണ്. നിക്ക്, തിരിച്ചു വരുമ്പോ ജീവനോട് എന്നെ പ്രതീക്ഷിക്കണ്ട. എന്താ അമ്മ ഇത്? ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അച്ഛൻ ചത്തു കളയോന്ന്. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടാ. ഒന്ന് മനസ്സിലാക്കിയാ മതി. അച്ഛന്റെ കടങ്ങള് നിന്റെയും കടങ്ങളാ.
തമ്പുരാനെ ധിക്കരിക്കുന്നില്ലെങ്കിൽ നീയും ധിക്കരിച്ചൂടാ. അവള് പോയി വരട്ടെ. അച്ഛൻ തന്നെ സംസാരിച്ചോളും നിങ്ങളുടെ കാര്യം. വേണ്ടമ്മേ, എന്തായാലും നിങ്ങളുടെ മാറ്റം നന്നായി. കുറച്ചുനാൾ കഴിയുമ്പോ അവളെ മറക്കാനും പറയണോ എന്നോട്. അച്ഛനും അമ്മയും ചത്തുകളയെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അതും അനുസരിക്കും. അത്രയ്ക്ക് ഇഷ്ടമായി പോയി നിങ്ങളെ. പോയോ? ചങ്ക് പൊട്ടുന്നുണ്ട് അവന്റെ. കൊലപാതകം ചെയ്തതിന്റെ ശിക്ഷയാ അച്ഛൻ അനുഭവിക്കുന്നതെന്ന് അവനറിയില്ലല്ലോ. ഐ എം സോറി മിസ്റ്റർ മേനൻ. തൽക്കാലം നിങ്ങൾ ഡീൽ ചെയ്താൽ മതി പ്ലീസ്. ഞാൻ ചില ഫാമിലി പ്രശ്നങ്ങൾ നേരിട്ട് കാണുമ്പോൾ പറയാം. താങ്ക്സ്. സാറ് തിരക്കിലാണോ? ഇല്ല. ഞാൻ സംസാരിക്കുന്നതിൽ വിരോധമുണ്ടോ? നോ. ഞാൻ സാറിനെ അഭിനന്ദിക്കാൻ വന്നതാ. ഭാര്യ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന് അതിൻ്റെ ആവശ്യമുണ്ടോ? അതിനല്ല, സൂക്ഷ്മ ബുദ്ധിയിൽ ചെമ്പേരി പാപ്പനെ കവച്ചു വെക്കുന്ന അങ്ങയുടെ മിടുക്കിനെ. തമ്പുരാന്റെ മുമ്പിലും സാറിന്റെ കോടതിയിലും ഞാനിപ്പോ കുറ്റക്കാരിയാ. രണ്ടുപേരും ചേർന്ന് വർഷങ്ങളോളം മറച്ചുവെച്ച ഒരു സത്യം പുറത്തറിയിച്ചതുകൊണ്ട്. ഞാനൊന്നും നിഷേധിച്ചില്ല. അത് ബുദ്ധി. കള്ളന്മാരെയും കള്ളത്തരവും കണ്ട് ശീലിച്ച അങ്ങയുടെ എക്സ്പീരിയൻസ്. ഷട്ട് അപ്പ്. പിന്നെ എങ്ങനെ വിശദീകരിക്കണം സർ ഉത്തരെ നാടുകടത്താൻ തീരുമാനിച്ച നിങ്ങളുടെ ബുദ്ധിയെ? നാടുകടത്തുകയോ? അതെ, നാളെ അവള് പോവുക. ചെമ്പേരി പാപ്പന്റെ കൽപ്പന അനുസരിച്ച്. ജസ്റ്റിസ് മാധവൻ നായർ എന്ന മഹാവ്യക്തിയുടെ സൗഹൃദം ചെമ്പേരി തറവാടിന് നഷ്ടമാകാതിരിക്കാൻ തമ്പുരാന്റെ തീരുമാനം. കുട്ടി, ഞാനതൊന്നും അറിഞ്ഞിരുന്നില്ല. കള്ളം. കെട്ടിപ്പൊതിഞ്ഞ അന്തസ് ചെമ്പേരി പാപ്പനേക്കാൾ സൂക്ഷിക്കുന്നത് സാറാ. ഇപ്പൊ ഉത്തര ഇവിടെ നിന്ന് പോണ്ടത് സാറിന്റെ മാത്രം ആവശ്യമാ. കുട്ടി പ്ലീസ്. നോ. നീതിമാന്റെ ആയുഷ്കാലത്തിൽ എവിടെയെങ്കിലും സത്യത്തിനോടൊരു മതിപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കണം അവളെ കുറിച്ച്. നിങ്ങൾ കാണിച്ച ക്രൂരത കൊണ്ടാ വെള്ളം കോരിയും വിറക് വെട്ടിയും തറ തുടച്ചൊക്കെ അവള് കഴിയേണ്ടി വന്നത്. ഇന്നുവരെ ആരിൽ നിന്നും ഒരു നല്ല വാക്ക് കേൾക്കാതെ താനൊരു ശാപജന്മമാണെന്ന് അവൾ വിശ്വസിക്കേണ്ടി വന്നതും നിങ്ങൾ കാരണോ? അറിയില്ലായിരുന്നു, എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ സ്വീകരിക്കുമായിരുന്നു അവളെ? ഇല്ല, പകരം കൊല്ലാൻ ആവശ്യപ്പെടുമായിരുന്നു തമ്പുരാനോട്. ഇല്ല കുട്ടി, സാഹചര്യങ്ങളുടെ തടവറയിലായിരുന്നു ഞാൻ. അതിനർത്ഥം ഞാൻ മനുഷ്യനല്ലെന്നല്ല. വേണ്ട, ഒരു വിശദീകരണത്തിനും സാറിന് ന്യായീകരിക്കാൻ കഴിയില്ല. ഉത്തര ജനിച്ച മണ്ണ ഇത്. ചെമ്പേരിയിലെ ഉമ്മറത്ത് പൊടിക്കുന്ന ഒരു പുൽനാമ്പിന്റെ വില പോലും കിട്ടാത്ത അവളെ സ്നേഹിക്കുന്ന കുറച്ചുപേരുണ്ട്. അവര് അവളുടെ ശ്വാസം. എന്നേക്കുമായിട്ട് അവരെ പിരിഞ്ഞവള് പോകുന്നതിനേക്കാൾ നല്ലത് അവളെ അങ്ങ് കൊല്ലുന്നതാ. അത് സാറ് തന്നെ ചെയ്യണം. നിയമത്തിന്റെ ആനുകൂല്യം നൽകി ഒരുപാട് പേരെ വിട്ടയച്ചിട്ടില്ലേ സാർ? അറ്റ്ലീസ്റ്റ് സ്വന്തം രക്തത്തിൽ പിറന്ന അവൾക്ക് അതെങ്കിലും. അല്ലെങ്കിൽ ജസ്റ്റിസ് മാധവൻ നായരുടെ ഇനിയുള്ള പേര് മഹാപാപി എന്നായിരിക്കും. സ്വന്തം മകളെ കൊന്നയാളെന്നായിരിക്കും.
പോയാ എന്നെ ഇങ്ങോട്ട് വരുത്തില്ല ചിറ്റേ. എന്താ ചിറ്റൊന്നും മിണ്ടാത്ത? ഞാൻ വിചാരിച്ച മാറ്റാൻ പറ്റൂ. ഞാനിരുന്ന് പ്രാർത്ഥിക്കും, നീ പോണതിന് മുൻപ് ചത്തു കിട്ടണേന്ന്. ചിറ്റേ, ഉറപ്പാ നീ വരുമ്പോ ഞാൻ ഉണ്ടാവില്ല. എന്താ ചിറ്റ ഇങ്ങനെ? ഈ വാക്ക് കേട്ടാ ഞാൻ പോവേണ്ടത്? ചിറ്റയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല. കാവ്യ നോക്കിക്കോളും ചിറ്റേ. ആ കുട്ടിക്ക് മടങ്ങണ്ടേ? അല്ലെങ്കിൽ തന്നെ മടുക്കൂലേ? കാവ്യക്കോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ നമുക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെടൂ? അവൾക്ക് നല്ല ഇഷ്ട എന്നെയും ചിറ്റയും. ശരി, നോക്കിക്കോട്ടെ. ചിറ്റയ്ക്ക് പരാതിയൊന്നുമില്ല. പോയിട്ട് വേഗം വന്നാ മതി നീ. ചിറ്റ സൂക്ഷിക്കണം. തമ്പുരാൻ അടുത്ത് വന്ന എവിടെ പോവാനാ? ബാലേട്ടനോട് ഞാൻ പറയാം. എന്റെ അമ്മ ഏൽപ്പിച്ചിട്ടാ പോകുന്നെന്ന്. മുമ്പൊന്നും നാട് കടത്തലായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പൊ തോന്നുന്നത് അങ്ങനെയാ. സാരമില്ല, മനസ്സ് സമ്മതിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്കിങ്ങി പോരും. ഞാൻ പോരും. ഇവിടെ വന്ന് ചിറ്റ കെട്ടിപ്പിടിച്ച് കിടക്കും. കൊല്ലാണെങ്കിൽ ഒരുമിച്ച് തീയിട്ട് കൊന്നോട്ടെ. അമ്മ എപ്പോ വന്നു? കുറച്ച് സമയമായി. നീ പെട്ടെന്ന് പുറപ്പെട്. എന്താമ്മേ? അച്ഛന് സുഖമില്ല. എന്തു പറ്റി? ഞാൻ മംഗലാപുരത്ത് സ്വാമിയങ്ങളുടെ അടുത്തേക്ക് പോകുന്നത് ഇന്നലെ രാത്രി ഫോൺ വന്നു. ഇവിടുന്ന് നിന്നെയും കൂട്ടി ഉടനെ അങ്ങ് എത്തണമെന്നും പറഞ്ഞു. തമ്പുരാനോട് ഞാൻ പറഞ്ഞു, നീ വേഗം വാ. അമ്മ കള്ളം പറയുന്നുണ്ടോ എന്നോട്? എന്നെ കൂട്ടാൻ വരാൻ പറഞ്ഞിരുന്നു തമ്പുരാൻ. ഹലോ ഹലോ, സക്രിയസ് ഹോസ്പിറ്റൽ. പ്ലീസ് കണക്ട് റൂം നമ്പർ 203. ആ ദാ അച്ഛനോട് സംസാരിക്കും. ഹലോ അച്ഛാ, എന്തു പറ്റി അച്ഛന്? എനിത്തിങ് സീരിയസ്? ഞാൻ വരാം. ഓക്കെ അച്ഛാ. തളർച്ച തോന്നിയിട്ട് അച്ഛൻ സക്രിയ അങ്കിളിനെ വിളിപ്പിക്കുകയായിരുന്നു. അങ്കിളാ അഡ്മിറ്റ് ചെയ്തത്. ഞാനിപ്പോ പെട്ടെന്ന് ഇവിടുന്ന്. കാവ്യ, നിന്നെ കാണാതെ അച്ഛന്റെ അസുഖം കുറയുന്നു തോന്നുന്നുണ്ടോ? ഓക്കെ, ഞാനിപ്പോ വരാം. സംശയമൊന്നും തോന്നിയില്ലല്ലോ ഒക്കെ. ഇല്ല. സോമശേഖരൻ ചെക്കപ്പിന് ഹോസ്പിറ്റലായി. നന്നായി. പറയണോ അയാളോട് ഇനി ഒരിക്കലും കാവ്യ ചെമ്പേരിലെത്തരുതെന്ന്? പറയാം.